പ്രസവത്തിന് ശേഷം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇത് ഞാനല്ല എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 30 വയസ്സുള്ള ഒരു സ്ത്രീ എൻ്റെ OPയിൽ വരണ്ടായി. അവർക്ക് മുഖത്ത് ചെറിയൊരു വിഷമം. അപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, പ്രസവത്തിന് മുമ്പ് എൻ്റെ ശരീരത്തെക്കുറിച്ച് എനിക്ക് യാതൊരു പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞ് ജനിച്ച ശേഷം ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രസ്റ്റിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ വോളിയം എല്ലാം നഷ്ടമായി. ഇപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് അത് ഞാനല്ല, വേറെ ഏതോ ഒരാളാണെന്നുള്ളത്. ഒരു നല്ല ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നില്ല. അതിനുശേഷം അവരെൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഞാൻ എൻ്റെ പഴയ രൂപത്തിലാകാൻ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ എന്ന്. അപ്പോൾ ഞാനതിന് ഉത്തരം പറഞ്ഞു, ഒരിക്കലും അല്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു തെറ്റല്ല. ഗർഭധാരണവും അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പല സ്ത്രീകൾക്കും ബ്രസ്റ്റ് ഫീഡിങ് അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ ബ്രസ്റ്റിൻ്റെ വോളിയം കുറയാം, ഷേപ്പ് മാറാം, ആത്മവിശ്വാസം കുറയാം. അവർക്ക് ഒരു വലിയ ബ്രസ്റ്റ് വേണമെന്നല്ല അവരുടെ ആഗ്രഹം, അവർക്ക് നഷ്ടപ്പെട്ടത് തിരികെ വേണമെന്നാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി ഹെൽപ്ഫുൾ ആവുന്നത്. ഈ സർജറിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരാൾക്ക് വേറൊരാളുടെ പോലെ ആവണമെന്നല്ല, പക്ഷേ അവരുടെ തന്നെ പണ്ടത്തെ ഒരു രൂപം റീഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിന് യോജിച്ച രീതിയിൽ സ്വാഭാവികമായിട്ട് നഷ്ടപ്പെട്ട വോളിയവും ഷേപ്പും തിരികെ നൽകുക എന്നുള്ളതാണ് ഈ ഒരു സർജറിയുടെ ഉദ്ദേശം. ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞിട്ട് മിക്കവാറും നമ്മുടെ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മിക്കവാറും ആൾക്കാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇപ്പോൾ എനിക്ക് ഒരു പ്രോപ്പർ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തിറങ്ങാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് സർജൻ എന്ന നിലയിൽ നമുക്ക് ഇതിൽ കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം വേറെ ഇല്ല. നമ്മുടെ ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് പറയണം, അവർക്ക് നമ്മൾ സർജറി ചെയ്തിട്ട് അവരുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടി, അവർക്ക് പണ്ടത്തെ പോലെ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ സന്തോഷം കിട്ടുന്ന വേറൊരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പ്ലാസ്റ്റിക് സർജറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ വേറൊരാളാക്കി മാറ്റുക എന്നുള്ളതല്ല, പകരം ജീവിതം നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇതുപോലത്തെ സിറ്റുവേഷൻസ്, ഇപ്പോൾ ഡെലിവറി ആയിരിക്കാം, അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കാം, നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവാം. ഇതിൽ നിങ്ങളെ വീണ്ടും നിങ്ങളായിട്ട് മാറ്റാൻ സഹായിക്കുകയാണ് പ്ലാസ്റ്റിക് സർജറി വഴി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറിനെ കുറിച്ചോ ബ്രസ്റ്റിൻ്റെ വേറെ എന്ത് കോസ്മെറ്റിക് സർജറിനെ കുറിച്ചോ എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ടോ ക്ലാരിഫൈ ചെയ്യാനുണ്ട്, എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം.